ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഇത് ചാനലിലെ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്ന് ചെയ്യുന്നത് ജേണലാണ്. അതെ ഗൈസ്, ഞാൻ ഈ ജേണൽ ചെയ്യാൻ തീരുമാനിച്ചത് 12:57 AM ആണ്, 16th ഓഗസ്റ്റ്. അതെ, ഞാൻ ചെയ്യണമെന്ന് കുറച്ച് വൈകുന്നേരം തൊട്ട് ആലോചിച്ചു തുടങ്ങി. പക്ഷേ ഇപ്പോഴാണ് കറക്റ്റ് ചെയ്യാൻ ഒരു മൂഡ് വന്നത്. പിന്നെ ഇത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ജേണലാണ്. ഞാൻ ആദ്യമായിട്ടും ജേണൽ ചെയ്യുന്നത്. അപ്പോൾ സപ്ലൈസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണ് സപ്ലൈസൊക്കെ. സോ അതിനാദ്യം തന്നെ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് ഞാൻ കുറച്ചുപോലെ ഗ്രിഡ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഡ്രീം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റാർസും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ജേണലിൻ്റെ ടോപ്പിക് പറഞ്ഞല്ലോ, അത് ഡ്രീമിനെ പറ്റിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഡ്രീം എന്ന് പറഞ്ഞ് എഴുതിയത്. അപ്പോൾ ഞാൻ ഗ്രിഡ് വരച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ സമയത്തിരുന്ന് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ ഒരു റുട്ടീൻ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ടൈമിലൊക്കെ ഞാൻ ചെയ്യുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. സോ നിങ്ങളെല്ലാം നേരത്തെ ചെയ്തിട്ട് കിടക്കാം കേട്ടോ. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ്. പിന്നെ സെക്കൻഡ് സപ്ലൈ എന്ന് പറയുന്നത് ഒരു സ്റ്റാമ്പാണ്. അപ്പോൾ ഞാൻ സ്റ്റാമ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് മടക്കിയിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ വീവി ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള സൈഡിൽ കട്ട് ചെയ്യാത്തത് അവിടെ ഇതേപോലെ ഒന്ന് കുറച്ച് ഗ്യാപ്പിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതേപോലെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം ടീർ ചെയ്തെടുക്കാൻ പറ്റും, നമ്മൾ സാധാരണ സ്റ്റാമ്പ്സ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ പേപ്പർ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഏത് ജേണലാണോ ചെയ്യുന്നത് അതനുസരിച്ചുള്ള പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഡ്രീം ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഒരു നൈറ്റൊക്കെ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ട് അതിലൊരു മൂണും പിന്നെ കുറച്ച് സ്റ്റാർസൊക്കെ വൈറ്റ്നർ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ സ്റ്റാമ്പ് റെഡി. ബാക്കിയുള്ള സ്റ്റാമ്പൊക്കെ നമുക്ക് ആവശ്യമുള്ളപ്പം ആ ജേണലനുസരിച്ച് വരച്ചു കൊടുക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ, സ്റ്റാമ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു പേപ്പർ കട്ടിംഗ് ആണ്. അപ്പം ഞാൻ ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിൽ നിന്ന് ഒരു പേജ് കയറിയിട്ട് ഒരു പേപ്പർ ഇങ്ങനെ കുറച്ച് റെക്റ്റാങ്കിളുകളിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ബുക്കിലൊരു ലൈറ്റിൻ്റെ ഒരു പിക്ചർ കണ്ടു. അപ്പോൾ അതും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതേ ബുക്കിൽ നിന്ന് പേപ്പർ കട്ട് ചെയ്തതിൽ നിന്ന് ഞാൻ 2 സർക്കിൾസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തിട്ട് അതിൽ ഞാൻ ജസ്റ്റ് ഏതൊരു ഷെയ്ഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്, കളർ ചെയ്തിട്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് ഞാൻ ജേർണലിംഗ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന സപ്ലൈസൊക്കെ. ഇനി നമുക്ക് ജേർണലിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഡയറിയാണ് ഞാൻ എടുത്തേക്കുന്നത്, ടൈം വിസിബിൾ എന്ന് പറഞ്ഞിട്ട്. എന്താണെന്നറിയില്ല, ഞാൻ രാത്രി ചെയ്യാൻ തുടങ്ങിയോണ്ടാണെന്ന് അറിയില്ല, എല്ലാം ടൈം റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ടൈമും രാത്രി. ബുക്കിൻ്റെ ഔട്ടർ കവറും ടൈം വിസിബിൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ വെച്ചേക്കുന്ന ഒരു കോട്ടൻ്റെ സ്റ്റാൻഡില്ലേ, അതിനകത്തും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ജേർണലിൽ എഴുതുന്ന കണ്ടന്റും ഏകദേശം റിലേറ്റഡ് ആണ് ഗൈസ്. പിന്നെ ഈ ചില ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്, ലൈക്ക് ജേർണലിങ് ചെയ്യുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈമാണ്, അല്ലെങ്കിൽ നമ്മൾ സപ്ലൈസ് വാങ്ങിക്കുമ്പോൾ കുറേ ക്യാഷ് ചിലവാക്കുന്നുണ്ട്, അതൊക്കെ ഒരു വേസ്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വാല്യുബിൾ ടൂളാണ്. നമുക്ക് നമ്മുടെ ഇമോഷൻസും തോട്ട്സൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും റെക്കോർഡിക്കലായിട്ട് നമ്മൾ കുറേ മെമ്മറീസൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ ഈ ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യും. അത് നമ്മൾ ചെയ്യുമ്പോഴും ഹാപ്പിനെസ് ആയിരിക്കും, പിന്നെ അടുത്ത് നോക്കുമ്പോഴും നമുക്കൊരു ഹാപ്പിനെസ് തോന്നും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സപ്ലൈസൊക്കെ. ഫസ്റ്റ് ഞാനിവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബുക്കിൻ്റെ പേപ്പർ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഗ്രിഡ് ഒട്ടിച്ചു കൊടുത്തു, അതിന് നമ്മളൊരു ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ സൈഡിലായിട്ടൊരു ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ആ സർക്കിളും ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു ടേപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ സ്റ്റാമ്പും കൂടെ ഒട്ടിച്ചു കൊടുത്തു. സൈഡിൽ വീണ്ടും ആ സർക്കിൾ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു ലാമ്പ് കട്ട് ചെയ്തില്ലേ, ആ ലൈറ്റ്, അത് ഞാൻ എവിടെയെങ്കിലും ഫിറ്റ് ആവുമോ നോക്കുകയാണ് ഗൈസ്. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ജേർണൽ ചെയ്യുമ്പോൾ വല്ല യൂസ്ഫുൾ ആവുമായിരിക്കും. പിന്നെ ഞാൻ ഒരു ടേപ്പിൽ ഇതുപോലെ ഗ്രിഡ് പോലെ ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജേർണലിങ്ങിനെ കുറിച്ച് കുറച്ചും കൂടെ പറയാനുണ്ട് എനിക്ക്. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് അവർക്ക് ആൻസൈറ്റിയുടെ ഇഷ്യൂസൊക്കെ വരുമ്പം ചില ആൾക്കാർ പറയും അവരോട് ജേർണലിംഗ് ട്രൈ ചെയ്യൂ, ബെറ്റർ ആയിരിക്കും എന്നൊക്കെ. പക്ഷേ അവർക്കത് വർക്കാവില്ല. ചിലവർക്ക് അത് വർക്കാവും, ചിലവർക്ക് വർക്കാവില്ല. അതാണ് ഇപ്പോൾ ചിലവർക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, ഇതുപോലെ മെമ്മറീസ് കീപ്പ് ചെയ്യാനും തോട്ട്സൊക്കെ കൂടുതൽ ഇതുപോലെ കീപ്പ് ചെയ്ത് വെക്കാനും ആർട്ടൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു ഈ ജേർണലിംഗ് കുറച്ചും കൂടെ കണക്റ്റ് ആവുക, അത് ഹെൽപ്ഫുൾ ആവുക. അപ്പോൾ അത് ഓരോ ആൾക്കാരും പേഴ്സണൽ ഒരു പെർസ്പെക്റ്റീവിൽ ഇരിക്കും, അത് എങ്ങനെയായിരിക്കും വർക്കൗട്ട് ആവാവുന്ന രീതിയിൽ.
ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ ഡേറ്റ് എഴുതി. ഇനി ടൈം എഴുതാനായിട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ടൈം കണ്ടത്. 3:24 AM ആയി ഗൈസ്. അപ്പോൾ അതും കൂടെ എഴുതി ഞാൻ ജേണൽ അവസാനിപ്പിച്ചു. അപ്പോൾ ജേർണലിംഗ് ഇഷ്ടമുള്ളവർക്കൊക്കെ ജേർണലിംഗ് ചെയ്യാം. കീപ് റൈറ്റിംഗ് ആൻഡ് ലെറ്റ് ഇറ്റ് ബി യുവർ ഗുഡ് കമ്പാനിയൻ. അപ്പോൾ ശരി ഗായ്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ബൈ. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.